ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള മത്സരം നേരിട്ടുള്ള മത്സരമായിരിക്കും. പാർലമെന്റിൽ ചെന്ന ഹിന്ദി അറിഞ്ഞൂടെ, ഇംഗ്ലീഷ് അറിഞ്ഞൂടെ, അവിടെ ഉറങ്ങാനല്ലേ പറ്റുള്ളൂ. കോൺഗ്രസ് ഈ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുള്ള ഒരു ചുക്കം ചെയ്തിട്ടില്ല. അവിടെ പോയി വെറുതെ ഇരിക്കാൻ മാത്രമേ പറ്റൂ. വീണ്ടും ഒരു ജനവിധി തേടുകയാണ് നേതാക്കൾ. LDF-ന് വേണ്ടി പന്ന്യൻ രവീന്ദ്രനും NDA-ക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനും കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. തിരുവനന്തപുരം ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ആര് ജയിക്കാനാണ് സാധ്യത? രവീന്ദ്രൻ സാറായിരിക്കും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ അങ്ങനെ. ശശി തരൂരാണ് കഴിഞ്ഞ നേരത്തെ കുറവ് ദിവസം കൊണ്ട് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ വരും, കിട്ടും. ശരി, വീണ്ടും ശശി തരൂർ ജയിക്കും. 1 ലക്ഷം വോട്ടിനെതിരെ 1 ലക്ഷം വോട്ടിന് ജയിക്കും. ഓ ഷുവർ. പന്ന്യന് ചാൻസ് ഉണ്ടോ? പന്ന്യനില്ല. പന്നി കഴിഞ്ഞ 3-ാം സ്ഥാനം, അതേ 3-ാം സ്ഥാനം വരും. 3-ാം സ്ഥാനം വരും. ബെന്നറ്റ് 3-ാം സ്ഥാനം വന്നു, ദിവാകർ 3-ാം സ്ഥാനം, അതേപോലെ പന്ന്യൻ 3-ാം സ്ഥാനം. അവിടുത്തെ എന്തിനാണ് പാർലമെന്റിൽ ചെന്ന ഹിന്ദി അറിഞ്ഞൂടെ, ഇംഗ്ലീഷ് അറിഞ്ഞൂടെ, അവിടെ ഉറങ്ങാനല്ലേ പറ്റുള്ളൂ. ഇവിടെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. എവിടെ? ഇതാണ് സംഭവം. കേരളത്തിൽ 2020 ശശി 100 ലക്ഷം വോട്ട് ഏറെ വോട്ട് ജയിക്കും ശശി തരൂർ. വേണേ കെട്ടിക്കോളി, നിങ്ങൾ പന്താണ്ട് കെട്ടിക്കോളി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള മത്സരം നേരിട്ടുള്ള മത്സരമായിരിക്കും. പന്ന്യന് ചാൻസ് കുറവാണ്. ഇവര് തമ്മിലായിരിക്കും മത്സരം. രാജീവ് ചന്ദ്രശേഖരൻ ശശി തരൂരിനോട് മത്സരിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അവർ തമ്മിൽ മത്സരമായിരിക്കും. അങ്ങനെയായിരിക്കും ചാൻസ്. ചേട്ടന്റെ അഭിപ്രായം പന്ന്യൻ ഇരുന്നിരുന്നു ജയിക്കും ഈ പ്രാവശ്യം. 2 പ്രാവശ്യം തോറ്റെങ്കിലും 2 പ്രാവശ്യം ഒരു പ്രാവശ്യം തോറ്റുള്ളൂ. ശശി തരൂർ എന്ത് ചെയ്ത് ഇവിടെ ജയിച്ചിട്ട് ഒരു ചുക്കും ചെയ്തില്ല. അങ്ങനെ ജയിക്കുമ്പോൾ ഡൽഹിയിൽ പോകും. ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, എല്ലാം അറിയാം. ഒരു കോപ്പം ചെയ്യുന്നില്ല. ഇവിടത്തേക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഈ നാട്ടിൽ ജനങ്ങൾ കംപ്ലീറ്റ് അറിയാം. സുഖമായിട്ട് പന്ന്യൻ ജയിക്കും ഈ പ്രാവശ്യം. സർക്കാരിന്റെ വികസനം എല്ലായിടത്തും ഉണ്ട്. ഹൈവേയിലൊക്കെ കയറി നോക്കണം, വികസനം ഇല്ലയൊന്നും. ബാലരാമപുരം ഹൈവേ, ചാക്ക, അവിടെയൊക്കെ നോക്കണം, വികസനം ഇല്ലയെന്ന്. കിഴക്കേക്കോട്ട ഇത് തന്നെ ആലോചിച്ചാലും ഇത് ചെയ്തിട്ടുണ്ട്. സ്ഥലമില്ലല്ലോ വികസിപ്പിക്കാൻ. കിഴക്കുണ്ടോ? സ്ഥലമുണ്ടോ കിഴക്കോട്ട? ഇല്ല. അതുകൊണ്ട് പന്ന്യൻ ജയിച്ചാൽ നമുക്കുള്ള സംസാരിക്കാൻ ഒരാൾ കിട്ടും. പന്ന്യനും ശശി തരൂരിന് മുമ്പേ ഇവിടെ MP ആയിട്ടുണ്ട്. 5 കൊല്ലം ഒരു ചുക്കും ചെയ്തിട്ടില്ല. അത് പോയിട്ട് ശശി തരൂർ 15 വർഷം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കാര്യവും നടക്കുന്നുമില്ല. ഈ ഹൈവേ റോഡിൽ എത്ര മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശശി തരൂർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇലക്ഷൻ വരുമ്പോൾ ശശി തരൂർ കുഞ്ഞാലിക്കുട്ടിയെയും പല പ്രമുഖ കോൺഗ്രസിലെ നേതാക്കന്മാരായിട്ട് വന്ന് സമൂഹത്തിലെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാണണേ വലിയ ഹോട്ടലിൽ മാത്രം പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ശശി തരൂരും നമ്മളെ ഈ നാട്ടിലെ പാവങ്ങൾ ഇവിടെ കഷ്ടപ്പെടുകയാണ്. ഈ ഹൈവേ റോഡിൽ ഒരു സീനൽ പോലും വെക്കാൻ തയ്യാറല്ല ഇവിടെ MP. ഈ ഹൈവേ റോഡ് എന്ന് പറയുന്നത് MP-യുടെ സീറ്റാണല്ലോ. ശശി തരൂർ 15 വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ചുക്കും ചെയ്തിട്ടില്ല. നമ്മൾ വേറെ രാഷ്ട്രീയമായിട്ട് പറയണമെന്നൊന്നുമില്ല. രാജഗോപാൽ എവിടെ നിന്ന് ജയിച്ചു? തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഇവിടെ ബാക്ക് സൈഡ് ജനങ്ങൾക്ക് പോകാൻ എത്ര റെയിൻ ഇവിടെ പ്രവർത്തപ്പെടുത്തി. ഇവിടെ ആളുകൾ ആരുമായി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതല്ല. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണതിൽ നല്ലത് തന്നെ. ഇവിടെ പന്ന്യനും വീണ്ടും വന്ന് പറയാണ് നമ്മൾ എന്നെ ജയിപ്പിക്കണം, ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കണം. ഇവിടെ 20 സീറ്റ് പാർലമെന്റ് സീറ്റുണ്ട്. ഈ 20 സീറ്റിൽ 19 സീറ്റും കോൺഗ്രസ് ആണ് ജയിച്ചത്. കോൺഗ്രസ് ഈ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുള്ള ഒരു ചുക്കം ചെയ്തിട്ടില്ല. അവിടെ പോയി വെറുതെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു ഭാഗം സംസാരിക്കാൻ കഴിയില്ല ഇടതുപക്ഷത്തിന്. അതേപോലെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷം ജയിക്കുന്നു. പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസ് ജയിക്കുന്നു. ജനങ്ങൾ വ്യത്യസ്തമായി വോട്ട് ചെയ്യുന്നു. നമ്മളെ തിരുവനന്തപുരത്ത് കേരളത്തിൽ എന്തെങ്കിലും ഗുണപരമായ കാര്യങ്ങൾ ചെയ്യണം. അവരെ ജയിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന് സാധ്യത ഉണ്ടോ? രാജീവ് ചന്ദ്രശേഖരനെ ആൾ വോട്ട് ചെയ്താൽ ജയിക്കാതിരിക്കാം. ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല. നല്ല വ്യക്തിക്ക് നോക്കി നമ്മളെ ഇവിടെ ഗുണം ചെയ്യണവർക്ക് വോട്ട് ചെയ്യുക, ജയിപ്പിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ശശി തരൂർ ജയിക്കുക. അദ്ദേഹത്തിനെ പോലെ കഴിവുള്ള ഒരു വ്യക്തി ഇന്ത്യയിലില്ല. ആകെ എല്ലാ കാര്യവും ലോക കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യൻ പാർലമെന്റിലാണ്. അദ്ദേഹം തന്നെ ജയിക്കും തിരുവനന്തപുരം. വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ശശി തരൂർ? വികസനം അയാളല്ലേ നടത്തേണ്ടത്. ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്നത്. അദ്ദേഹം
ഇൻഡിവിജ്വലായിട്ട് എന്താ ചെയ്യാൻ പറ്റും. എന്നാലും അയാള് നല്ല തിരുവനന്തപുരം നിയമമണ്ഡലിൽ അയാള് അറിയപ്പെടുന്നതൊക്കെയാണ്. അദ്ദേഹം തന്നെ ജയിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ജയിക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് നമുക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്. ശശി തരൂരാണ് എതിരാളി സാധ്യത. ശശി തരൂർ നമ്മളായിട്ട് ഒരു ഇതില്ല. ആണെങ്കിലും പ്രശ്നമില്ല, ജയിക്കാൻ സാധ്യത. ശശി തരൂർ നമ്മളെ ഇവിടെ ഈ നാട്ടുകാരനല്ലല്ലോ. ശശി തരൂരൊക്കെ നമ്മളൊരാവശ്യത്തിന് ചെന്നാൽ നമുക്ക് ഒരു സഹായം ഇന്നുവരെ തന്നിട്ടില്ല. ഇത് നമ്മൾ വിറച്ച് പനി ഹാർട്ടിന്റെ അസുഖമായിട്ടൊക്കെ കിടക്കണതാണ്. അവരങ്ങനെ നമുക്ക് ചെന്നാലൊന്നും അവർ കണ്ട വരുമൊന്നും കാണിക്കില്ല. മറ്റേ റേഷൻ അരിയെങ്കിലും കിട്ടണേ ഞങ്ങൾ കുടിച്ചോണ്ട് കിടക്കണം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിക്കും. തിരുവനന്തപുരം ഒരു കടുത്ത മത്സരം തന്നെ കാണുമെന്ന് നമുക്കിപ്പോൾ ഏകദേശം ഉറപ്പായി. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.